നമസ്കാരം. കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽസ് ഷോപ്പിന്റെ ഉടമയും മാനേജരും തൂങ്ങി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആയൂരിൽ പ്രവർത്തിച്ചിരുന്ന ലാവിഷ് എന്ന ടെക്സ്റ്റൈൽ സ്ഥാപനത്തിന്റെ ഉടമയാണ് കോഴിക്കോട് സ്വദേശിയായ അലി. ഇയാൾക്കൊപ്പമാണ് പള്ളിക്കൽ സ്വദേശിയായ ദിവ്യമോളെ സ്ഥാപനത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അലിയും ദിവ്യമോളും നേരത്തെ തന്നെ പരിചയക്കാരാണ്. കോഴിക്കോട്ടുകാരനായ അലി വർഷങ്ങളായി കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് ഫർണിച്ചറും മറ്റു ബിസിനസ്സും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ചടയമംഗലത്തിനടുത്ത് തന്നെ മേടയിൽ ഭാഗത്ത് പാർട്ട്ണർഷിപ്പിൽ ഫർണിച്ചർ കട തുടങ്ങിയിരുന്നു. അവിടെ സ്റ്റാഫായി വന്നതാണ് ദിവ്യമോൾ. 2 വർഷത്തോളം അവിടെ ദിവ്യമോൾ ജോലി ചെയ്തിരുന്നു. പിന്നീടാണ് അലി സ്വന്തമായി MC റോഡിന്റെ വശത്തായിട്ട് ആയൂർ ജംഗ്ഷൻ അല്പം മുൻപായി കൊട്ടാരക്കര റോഡിൽ ഇടതുവശത്തായി വാടക കെട്ടിടത്തിൽ ലാവിഷ് എന്ന തുണിക്കട ആരംഭിച്ചത്. പുറമേ നിന്ന് വലിയ കടയാണെങ്കിലും AC ഹാൾ ആയിരുന്നില്ല. പുതിയ കട തുടങ്ങിയപ്പോൾ അലിയുടെ പഴയ പരിചയക്കാരിയായ ദിവ്യമോൾ മാനേജറായി. അലി വല്ലപ്പോഴുമാണ് കടയിലേക്ക് വരാറുള്ളതെന്നും പറയുന്നു. എല്ലാ കാര്യവും ഉടമയെ പോലെ തന്നെ നോക്കി നടത്തിയത് ദിവ്യമോളായിരുന്നു. കോയമ്പത്തൂരിലും ബംഗളൂരുവിലുമൊക്കെ തുണിയെടുക്കാൻ പോയിരുന്നത് ഇരുവരും ഒന്നിച്ചായിരുന്നു. ഇരുവരും അടുപ്പത്തിലായിരുന്നുവെന്നും ജീവനക്കാർ പറയുന്നു. ദിവ്യമോളുടെ ഭർത്താവ് വർക്കലയിൽ ചെടിക്കടയിലെ ജീവനക്കാരനാണ്. 2 പെൺമക്കളാണുള്ളത്. ഒരാൾ 10ാം ക്ലാസ്സിലും മറ്റേയാൾ 4ാം ക്ലാസ്സിലും പഠിക്കുന്നു. അലിയും വിവാഹിതനാണ്. 3 മക്കളുണ്ട്. അലി 1 വർഷമായി ഇവിടെ തുണിക്കട നടത്തി വരികയാണ്. പ്രദേശത്തെ മറ്റ് വ്യാപാരികളുമായി ഇയാൾക്ക് വലിയ ബന്ധമുണ്ടായിരുന്നില്ല. ഉദ്ഘാടന വേളയിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുമായി ബന്ധപ്പെടുന്നത് പോലും. ഇതുപ്രകാരം ഉദ്ഘാടനത്തിന് നേതാക്കൾ പങ്കെടുത്തിരുന്നു. ആയൂരിൽ ജനത്തിരക്കുള്ള സ്ഥലത്തായിരുന്നില്ല സ്ഥാപനത്തിന്റെ പ്രവർത്തനം. അതുകൊണ്ട് അധികം ആർക്കും സ്ഥാപനത്തെക്കുറിച്ച് വ്യക്തതകളില്ല എന്നും വിവരങ്ങളുണ്ട്. മാനേജറായ ദിവ്യമോൾ അലിയുമായി വളരെ അടുപ്പത്തിലായിരുന്നുവെന്ന് ജീവനക്കാർ പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട്. സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരേക്കാൾ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ദിവ്യമോളെ ഏൽപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയായിട്ടും ദിവ്യമോൾ വീട്ടിൽ ചെന്നിരുന്നില്ല. ഇവർ ഒന്നിച്ചാണ് ബാംഗ്ലൂരും കോയമ്പത്തൂരും വസ്ത്രങ്ങൾ എടുക്കാൻ പോയിരുന്നത് എന്നതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും പർച്ചേസിന് പോയിരിക്കുമെന്നായിരുന്നു വീട്ടുകാർ കരുതിയത്. എന്നാൽ രാത്രി 1 മണി വരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടെ തിരച്ചിൽ തുടങ്ങി. ഭർത്താവ് രാജീവ് പലതവണ ദിവ്യമോളെ ഫോണിൽ വിളിച്ചു നോക്കി. രാത്രി 1 മണി വരെയും ഫോണിൽ പരിശ്രമിച്ചു നോക്കിയിരുന്നു. മറ്റു ജീവനക്കാരെ വിളിച്ചപ്പോൾ രാവിലെ പരിശോധിക്കാമെന്നായിരുന്നു പറഞ്ഞത്. തുടർന്നാണ് രാവിലെ രാജീവും ബന്ധുക്കളും കടയിലെത്തിയത്. ജീവനക്കാരനും എത്തിയതോടെ നടത്തിയ പരിശോധനയിലാണ് ജനലിൽ കൂടി ഒരാളുടെ മൃതദേഹം കണ്ടത്. പോലീസ് എത്തി വാതിൽ പൊളിച്ചു കയറിയാണ് 2 മരണങ്ങളും സ്ഥിരീകരിച്ചത്. 2 ഫാനിലായിട്ടായിരുന്നു ഇവർ തൂങ്ങി നിന്നത്. ഒരാൾ കൈലിയിലും മറ്റേയാൾ ഷാളിലുമാണ് തൂങ്ങിയത്. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥലത്ത് നിന്ന് 2 ബിയർ കുപ്പികളും ഗ്ലാസും ലഭിച്ചിട്ടുണ്ട്. പ്രാഥമിക നിഗമനം ആത്മഹത്യയാണെന്ന് തന്നെയാണ്. മറിച്ചുള്ള സാധ്യതകളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വസ്ത്രവ്യാപാരശാലയുടെ താഴത്തെ നിലയിൽ ഗോഡൌണിന് വേണ്ടി വിശാലമായ മുറി സജ്ജീകരിച്ചിരുന്നു. ദിവ്യമോൾ അടക്കം ഇവിടെയാണ് ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതും. വ്യാഴാഴ്ച രാത്രിയിൽ മറ്റ് ജീവനക്കാരെല്ലാം പോയ ശേഷമാണ് ദിവ്യമോളും അലിയും ഈ മുറിയിൽ കയറിയത്. ബിയർ കുപ്പിയും ഗ്ലാസും ഈ മുറിയിൽ നിന്നാണ് കണ്ടെത്തിയത്. അതേസമയം ഇരുവരും തമ്മിൽ വഴക്കുണ്ടായെന്നും ചില സൂചനകളുണ്ട്. അലി മാസത്തിൽ 1-2 തവണ മാത്രമായിരുന്നു കടയിലെത്തിയിരുന്നത്. വസ്ത്രങ്ങൾ എടുക്കാൻ പോകുന്ന സമയങ്ങളിൽ ദിവ്യ വീട്ടിൽ വരില്ലായിരുന്നെങ്കിൽ അക്കാര്യം ഫോണിൽ അറിയിക്കുമായിരുന്നു. ചടയമംഗലം പോലീസാണ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. ആത്മഹത്യക്കുറിപ്പുകളും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ വിശദമായി പരിശോധിക്കും. സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുന്നുണ്ട്. ദിവ്യമോളുടെ വീട് പണി നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ആത്മഹത്യ. പട്ടണമധ്യത്തിലെ 2 പേരുടെയും മരണം ആയൂരിലെ വ്യവസായികളെയും ജീവനക്കാരെയും ഞെട്ടിച്ചിട്ടുണ്ട്.